യഹോവ നിസി എന്ന ദൈവവചന ധ്യാനത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാപിക്കാം. Let us receive from the Lord in the second part of the sermon entitled Jehovah Nissi. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം. Exodus 17 verse 15. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. And Moses built an altar and called the name of it, the Lord is my banner. ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ അവർ അഭിമുഖീകരിച്ച ആദ്യത്തെ യുദ്ധമാണ് രഫീദീമിൽ വെച്ചുണ്ടായ യുദ്ധം. The people of Israel, the first battle they had to encounter in the wilderness is the battle at Rephidim. അമാലേക്ക് അവരുമായി യുദ്ധത്തിന് അണിനിരക്കുന്നു. The people of Amalek came in battle against them there. ഏശാവിന്റെ അല്ലെങ്കിൽ ഏദോമിന്റെ പിന്തുടർച്ചക്കാരാണ് ഈ അമാലേക്യർ. The descendants of Edom is this Amalekites. അമാലേക്കിന് ദൈവമക്കളോട് യാക്കോബിന്റെ സന്തതി പരമ്പരകളോട് എന്നും യുദ്ധമുണ്ട്. They had always battled with the people of Israel, the sons of Jacob. അതന്ന് മാത്രമല്ല, ഇന്നും വീണ്ടെടുക്കപ്പെട്ടവരോട് പിശാചിന് എന്നും പോരുകളുണ്ട്. It is not only then, but the devil always is at enmity with the people that are saved and born again. ദൈവത്തിന്റെ അനുഗ്രഹം ശിരസിൽ കൊണ്ടു നടക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്ക് ഉടമസ്ഥരായ ദൈവത്തിന്റെ പ്രഭുക്കന്മാരായ നമ്മളോട് അശുദ്ധ ശക്തികൾക്ക് എന്നും പോരുകളുണ്ട്. The powers of darkness will always be at battle against the children of God who carry the love of the Lord in our hearts and our bosom. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ പൂർത്തി കണ്ട് അസൂയ മുഴുത്ത പിശാച് നമ്മെ വീഴ്ത്തുവാൻ തന്റെ തന്ത്രങ്ങളുമായി എന്നും പുറകെ വരാറുണ്ട്. The devil is filled with jealousy when he sees the blessings and the grace that the Lord has given us, and he's always up to his tricks and schemes to defeat us. നാം ധ്യാനിച്ചു വരുന്നത് രഫീദീമിൽ വെച്ച് അമാലേക്കുമായുള്ള യുദ്ധത്തിൽ മോശ എടുത്ത യുദ്ധതന്ത്രങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങളാണ്. The lessons that we are learning from the battle that took place in Rephidim by learning about Moses is what we're thinking about. ഇവിടെ യുദ്ധസന്നാഹരായി നിൽക്കുന്ന സമൂഹത്തിന് നേരെ എന്ത് തീരുമാനമാണ് മോശ എടുത്തത്? What is the decision Moses had to make against this group of people that were coming to battle against them? പുറപ്പാട് 17:9-10 വാക്യങ്ങൾ. In Exodus 17:9 and 10 we read. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിന് മുകളിൽ കയറി. So Moses said to Joshua, choose for us men and go out and fight with Amalek. Tomorrow I will stand on the top of the hill with the staff of God in my hand. So Joshua did as Moses told him and fought with Amalek, while Moses, Aaron and Hur went up to the mountain on the top of the hill. കഴിഞ്ഞയാഴ്ച നാം ചിന്തിച്ചത് പർവ്വത പുരുഷനായ മോശ എന്ന ചിന്തകളാണ്. Last week we were thinking about the mountain man Moses. തന്റെ ജീവിതയാത്രയിൽ മരുഭൂപ്രയാണത്തിൽ മോശ കയറിയ പർവ്വതങ്ങളും ആ പർവ്വതങ്ങൾ നമുക്ക് തരുന്ന ആത്മീക പാഠങ്ങളും. The mountains that Moses had to climb in his life and the spiritual lessons we can learn is what we did last week. നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ച മോശ കയറിയ 5 പർവ്വതങ്ങൾ ഞാൻ വേഗം ഒന്ന് പറയാം. Let me summarize it quickly. മോശ കയറിയ ഒന്നാമത്തെ പർവ്വതം ദൈവം മോശയെ തേടി ഇറങ്ങി വന്ന ഹോരേബ് പർവ്വതമായിരുന്നു. The first mountain is Mount Horeb, where God came searching for Moses. രണ്ടാമത് മോശ കയറിയത് മോശ ദൈവത്തെ തേടി ദൈവ പ്രമാണങ്ങൾ ലഭിച്ച സീനായി പർവ്വതമായിരുന്നു. The second is where Moses was searching. The third mountain Moses climbed is Mount Hor, which is where his brother Aaron had died and he had to go through pain and separation. നാലാമത് മോശ കയറിയ പർവ്വതം തന്റെ ജീവിതയാത്രയുടെ അവസാനമായി 120-ാമത്തെ വയസ്സിൽ ഈ മണ്ണിലേക്ക് അമരുവാൻ ദൈവത്തിന്റെ കൈകളാൽ അടക്കപ്പെട്ട നെബോ പർവ്വതമായിരുന്നു. The fourth mountain he had to climb is Mount Nebo, which is the place where he ended his life ended, and the Lord was the one who buried him. അഞ്ചാമത് മോശയെ നാം കണ്ട പർവ്വതം തേജസ്കരിക്കപ്പെട്ട രൂപത്തോടുകൂടി യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്ന മറുരൂപമലയിൽ ഇറങ്ങി വന്ന ദൈവമക്കളുടെ പ്രത്യാശയായ പുനരുത്ഥാനത്തിന്റെ പർവ്വതമായിരുന്നു. The fifth place we see Moses is in the New Testament in the Mount of Transfiguration, where he appeared, and that is the hope for all of us. ഇവ ഓരോന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് തരുന്ന പാഠങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. Last week we were thinking about all the spiritual lessons we can learn from these mountains. ഇന്ന് നാം ധ്യാനിക്കുന്നത് മോശ കയറിയ രഫീദീമിലെ കുന്ന് പാഠമാണ്. Today we're thinking about the hill that Moses climbed
in Rephidim and what it teaches us. വിശ്വാസയാത്രയിൽ നാം കയറേണ്ട വേറൊരു മലയാണ് രഫിദീമിലെ കുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. Another mountain we need പറയുന്നു, ഞാൻ കുന്നിന് മുകളിൽ ദൈവത്തിന്റെ വടിയും എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. Here Moses is telling Joshua that I will be on top of the hill with the staff of God in my hand. പുറപ്പാട് 17:11 നാം ഇങ്ങനെ വായിക്കുന്നത്, In verse 11 we see, താഴ്വരയിൽ യോശുവയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ അമാലേക്കുമായി യുദ്ധത്തിലാണ്. there were a group of people in the valley that were fighting in battle against Amalek. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠകരമായ കാഴ്ച യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ആയുധങ്ങളും യോശുവയുടെ കൂടെയുള്ള ആൾക്കാരുമല്ല, മറിച്ച് കുന്നിന് മുകളിൽ കരമുയർത്തി നിൽക്കുന്ന ഒരു ഭക്തന്റെ കരചലനമാണ്. But the fate of the battle was not upon the weapons and the greatness of the people in battle, but the fate of the battle was upon the saint of God Moses and the staff of God that he held up. ആയുധപാണികളായ കരുത്തരായ പുരുഷന്മാർ വീരയോദ്ധാക്കൾ യോശുവയുടെ കൂടെയുണ്ട്. Joshua had many warriors, men mighty in battle with him. അവർ നന്നായി യുദ്ധം ചെയ്യുന്നുണ്ട്. They are fighting the battle very well. പക്ഷേ രസകരമായ കാഴ്ച, യുദ്ധം നിയന്ത്രിക്കുന്നത് അവരല്ല. But the funny thing is that it is not them that control the battle. വാളും കുന്തവും പരിചയവും വീരന്മാരുടെ കരുത്തുമല്ല യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. It is not the weapons, the spears, the chariots that control the battle. അവിടെ നാം വായിക്കുന്നു, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, മോശ കൈ താഴ്ത്തിയാൽ ഇസ്രായേൽ അമാലേക്ക് ജയിക്കും. Whenever Moses held up his hand, Israel prevailed, and whenever he lowered his hand, Amalek prevailed, it says. നിറഞ്ഞ കണ്ണുകളോട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വചനത്തിലേക്ക് നോക്കി. Oh, when I looked at it again with eyes full of tears. 80 വയസ്സുള്ള വയോധികനായ ഒരു മനുഷ്യൻ. Oh, this is an 80-year-old man who was an older gentleman. അവന്റെ കൈ ചലിക്കുന്നതിനൊപ്പം ചലിക്കുന്ന യുദ്ധത്തിന്റെ വിജയ പരാജയങ്ങൾ. Oh, upon his hand is the control of the battle and the victory. ഇന്ന് പകൽക്കാലം പ്രായവ്യത്യാസമില്ലാതെ എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കൾ തിരിച്ചറിയണം, ഉയർത്തപ്പെട്ട നിങ്ങളുടെ കരത്തിന്റെ ചലനത്തിന്റെ ശക്തി. Oh, understand, Hallelujah. regardless of your age, that the power that is in your hand and in the fingers that you വിശുദ്ധന്മാരെ, control. നിങ്ങളുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. Saints, understand how great you are. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുന്നു, പൗലോസ് ഇങ്ങനെ പറയുന്നു എഫേസ്യ ലേഖനത്തിൽ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. In Ephesians, Paul reminds us about the greatness of the power that manifests to them that believe. 50, 60, 70, 80 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ മണ്ണിൽ നീറി ഒടുങ്ങുവാൻ വിധിക്കപ്പെട്ടവരല്ല നിങ്ങൾ. Oh, you have not been brought into this world to live 50, 60 or 70 years and go 6 feet under. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസത്താൽ പലതിനെയും നിയന്ത്രിക്കുവാൻ സ്വർഗ്ഗം നിങ്ങൾക്ക് അധികാരം The തന്നിട്ടുണ്ട്. Lord has given you Hallelujah. authority and power to control many things while you are alive. ദൈവം നിങ്ങൾക്ക് സ്വത്തായി തന്നിരിക്കുന്ന ഉയരത്തിലെ വിശ്വാസം അകത്തുള്ളവർ ഇന്ന് പകൽ വിളിച്ചു പറയണം, ചിലതിനെ നിയന്ത്രിക്കുവാൻ, ചിലതിനെ തകർക്കുവാൻ, തച്ചുടക്കുവാൻ എന്റെ കരത്തിന്മേൽ അധികാരമുണ്ട്. Oh, the ones who have been Hallelujah. given the inheritance of the living God, declare it from your mouth that the Lord has given me abilities to control some things. യൗവനക്കാരനായ യോശുവയും കൂട്ടരും യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. The young people are in battle with Joshua. അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം, ഉയർത്തിയ കരവുമായി നിൽക്കുന്ന മോശയെ. When they look up into the hill, they will see one thing, Moses standing there with the staff of the Lord risen up. ആ മോശയുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു മരക്കമ്പ്, ഒരു വടിയുണ്ട്. There is a wooden staff that is in the hand of Moses. നമുക്കറിയണ്ടേ ഏതാ മോശ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ വടിയെന്ന്? Oh, don't we need to know what is the staff that Moses is holding up? അവിടെ മോശ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തുകൊണ്ട് കുന്നിൽ കയറുമെന്നാണ്. So Moses is saying that I will take the staff of God in my hand and go up the hill. കാണുന്നവർക്ക് ഇത് വെറും ഉണങ്ങിയ ഒരു കമ്പാണ്. If you look at it, it is just a dry rod or a wood. പക്ഷെ മോശയ്ക്കറിയാം ഇതിന്റെ ചരിത്രം മാറിയ, ഇതിന്റെ പേര് മാറിയ ഒരു സുവർണ നിമിഷം ഉണ്ടായിരുന്നു. Oh, but Moses knows the history behind how it was transformed and the name of that rod was changed. ഒരു ഉണക്കക്കമ്പിനെ ഉന്നതൻ ഉപയുക്തമായ ഉപകരണമാക്കി മാറ്റിയ ദൈവിക സംസർഗത്തിന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. Oh, there was a great plan of God that changed and transformed this ordinary stick into the staff of God. പുറപ്പാട് പുസ്തകം 4:20 നാം ഇങ്ങനെ
വായിക്കുന്നു. In Exodus chapter 4 verse 20 we see 40 വർഷത്തെ മിദ്യാന്യ വാസത്തിന് ശേഷം after living in Midian for 40 years, ഹോരേബിന്റെ മുകളിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച മോശ after experiencing the presence of God in Horeb and in the burning bush, ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും അനുഭവിച്ചും ആസ്വദിച്ചും മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. as Moses is preparing to go back in the presence of God, അങ്ങനെ തന്റെ കുടുംബത്തോട് ഒരുമിച്ചുള്ള മടക്കയാത്രയാണ് മിസ്രൈമിലേക്കുള്ളത്. so with his family he is turning back to Egypt. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു 4:20. In verse 20 we read, അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി ദൈവത്തിന്റെ വടിയും മോശ കയ്യിൽ എടുത്തു. so Moses took his wife and his sons and had them ride on a donkey, and he went back to the land of Egypt. And Moses took the staff of God in his hand. നിങ്ങൾക്കറിയാവുന്ന ഈ ചരിത്രം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് വരട്ടെ. Oh, let this thought come back to your mind. ഈ ഉണക്ക കമ്പ് എങ്ങനെ ദൈവത്തിന്റെ വടിയായി മാറി? How did this dry stick become a staff of God? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2 മുതൽ നാം വായിക്കുമ്പോൾ If you study that same chapter from 2 to 4, ഹോരേബ് പർവ്വതത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന മോശ Moses was standing in front of the burning bush. ദൈവം തന്നെ തിരഞ്ഞെടുത്തുവെന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. He cannot believe that the Lord has selected him. മോശേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ മോശയ്ക്ക് കഴിയുന്നില്ല. Moses was not able to comprehend when the Lord said, Moses, I have chosen you for the deliverance of the people of God. ഓരോ ഒഴിവുകൊഴിവുകൾ മോശ പറയുകയാണ്. He has one excuse after another. പ്രധാനമായി 4 ഒഴിവുകൊഴിവുകളാണ് മോശ പറഞ്ഞത്. Mainly there are 4 excuses he has to say. പുറപ്പാട് 3:11. In 3 of Exodus chapter 3 verse 11. ഒന്ന് മോശ പറയുന്നു ഫറവോന്റെ അടുക്കൽ ചെല്ലുവാൻ അല്ലെങ്കിൽ ജനത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ഞാൻ എന്തുള്ളൂ? First he's asking, who am I to go to Pharaoh and bring the children of Israel out? ഇത് തന്റെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആണ്, തന്റെ അപകർഷതാ ബോധമാണ്. It shows his inferiority complex. 40 വർഷം കൊണ്ട് എനിക്ക് ഒത്തിരി ഭാവമാറ്റം രൂപമാറ്റം പ്രായാധിക്യം ഒക്കെ സംഭവിച്ചു. ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കുവാൻ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? The last 40 years I was in Midian and I had so many changes. What makes me qualified to go back to my people? അവിടെ കേട്ട ദൈവശബ്ദം എന്താണെന്ന് അറിയാമോ? What is the voice of the Lord that was heard? മോശേ നീ പോയിക്കോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. Oh Moses, go forward, I am with you. ഇന്ന് രാവിലെ ആരെങ്കിലും ഞാൻ എന്തുള്ളെന്ന് ചോദിച്ചാൽ സ്വർഗ്ഗത്തിന് മറുപടി ഉണ്ട്, ഞാൻ കൂടെയുണ്ട്. Oh, if anybody is asking this morning, who am I to go? The Lord is saying, I am with you. 4 പേരുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് എന്ത് യോഗ്യത? Oh, to stand in front of others, what am I worthy for? പ്രസംഗിക്കാൻ പാടുവാൻ പ്രാർത്ഥിപ്പാൻ എനിക്ക് എന്ത് യോഗ്യത? What am I worthy to sing or to preach for the Lord? പകൽക്കാലം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല ദൈവം നിങ്ങളോട് The ചോദിക്കുന്നത്. Lord doesn't care about your background. നിങ്ങളുടെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയല്ല ദൈവം The തിരക്കുന്നത്. Lord doesn't care about your education. സ്വർഗ്ഗം നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം തരുന്നു. The Lord is giving you a promise. ഞാൻ നിന്റെ കൂടെയുണ്ട്. I am with you. ഇന്ന് പകൽക്കാലം എന്റെ കരം പിടിച്ചവനെ എനിക്കറിയാവുന്നത് കൊണ്ട്, Oh, because I know who holds my hand. എന്റെ ആദരം തൊടുന്നവനെ എനിക്കറിയാവുന്നത് കൊണ്ട്, Because I know who touches my lips. എന്നെ നടത്തുന്നവനെ എനിക്കറിയാവുന്നത് കൊണ്ട്, I know who holds my feet. ഏത് കൊട്ടാരത്തിലും ധൈര്യസമേതം നിൽക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കും. The Lord will help us to stand courageous in any palace. യോഗ്യതയില്ലാത്ത പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒക്കെ രാജാക്കന്മാരുടെ മുമ്പിൽ വചനം പറയുവാൻ കൃപ ലഭിച്ചുവെങ്കിൽ, Oh, if the Lord enabled uneducated men like Peter, John to stand before the kings with the word of God. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൈപിടിച്ച ദൈവത്തിന്റെ ധൈര്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. Oh, let the spirit of courage from the Lord who touched your hand be with you. രണ്ടാമത് മോശ പറഞ്ഞ എക്സ്ക്യൂസ് The second excuse for Moses പുറപ്പാട് 3:13 is in 3:13 of Exodus. ദൈവമേ, ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഫറവോൻ എന്നോട് ചോദിക്കും നിന്റെ ദൈവത്തിന്റെ പേരെന്താണെന്ന്. Oh, when I go there, Pharaoh will ask me, what is the name of your God? ധാരാളം വിഗ്രഹ കാളക്കുട്ടി മുതൽ മത്സ്യങ്ങളും സകലതും ദൈവമായിരിക്കുന്ന നാട്ടിൽ ഏത് ദൈവത്തിന്റെ പേര് ഞാൻ പറയും? Oh, when there is so many idols in that land and they worship so many idols, what name should I say? അങ്ങയുടെ നാമം എങ്ങനെ വെളിപ്പെടുത്തണമെന്ന് എനിക്ക് അറിയത്തില്ല. I don't know how to show forth your name. ഇതൊരു ആധികാരികതയുടെ പ്രശ്നമാണ്, അതോറിറ്റി പ്രോബ്ലം ആണിത്. It is a problem of authority that we see there. എന്ത് അധികാരം എന്ത് പിൻബലത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്? Oh, what authority, what backing will I have? ദൈവം പറഞ്ഞു കൊടുത്തു, ഇത്രയും നീ പറഞ്ഞാ മതി. This is what the Lord replied to him. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am that I am. ഞാൻ ആരാകുന്നുവെന്ന് നാളെ നീ അറിഞ്ഞോളൂ. Oh, you will know who I am tomorrow. ഒറ്റ വാക്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ട്, Oh, can you declare it with your mouth? ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നെന്നറിയാമോ? I know who I stand with. എന്റെ കൂടെ നിൽക്കുന്ന ആരാന്നറിയാമോ? I know who stands with me. എല്ലാമാകുന്ന
ഉത്തരമാകുന്നവൻ എന്റെ കൂടെയുണ്ട്. Oh, the one who is everything is the one with me. ഞാൻ ജീവിതയാത്രയിൽ എന്തൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ, Oh, whatever questions I have in this lifetime, ഏതെല്ലാം പ്രശ്നങ്ങൾ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ, whatever problem I've had in my life, അതിന്റെ എല്ലാം ഉത്തരമാകുന്നവൻ എന്റെ കൂടെയുണ്ട്. the one who is the answer to all of them is with me. ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മോറിയായിലുണ്ട്. Oh, in Moriah, when they ask where is the sacrifice animal, he has an answer. ഭാവി എന്തെന്ന് ആകുലപ്പെട്ടാൽ അതിന്റെ ഉത്തരമാകുന്നവൻ എന്റെ കൂടെയുണ്ട്. The one that is questioning their Hallelujah. future, the answer one is with you. ഇന്ന് പകൽക്കാലം നിങ്ങൾ മറ്റൊന്നും ആലോചിക്കണ്ട. You don't have to think about anything else. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am that I am. എല്ലാം സകലവും ഞാനാകുന്നു. Oh, everything is me. ആ ദൈവത്തിന്റെ ഒരു സന്ദേശം നിങ്ങൾക്കുണ്ട്. Oh, that is the Lord's ഞാൻ answer. സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. I am the Lord Jehovah, the God of everything. ദൈവം ഭൂമിയെ വെല്ലുവിളിക്കുന്നു. Oh, the Lord is having a battle cry ദൈവം against മനുഷ്യനെ earth. വെല്ലുവിളിക്കുന്നു. He is battle crying ദൈവം against man. പിശാചിനെ വെല്ലുവിളിക്കുന്നു. Against Satan, he is battle എനിക്ക് crying. കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Is anything impossible for me? എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Is anything impossible for me? അതാ നമ്മുടെ ധൈര്യം, അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത്. That is our authority. മൂന്നാമത് മോശയുടെ എക്സ്ക്യൂസ് The third excuse of Moses, പുറപ്പാട് 4:10 it is in verse 10. ഹല്ലേലൂയ. of എനിക്ക് 4. പ്രാപ്തിയില്ല എന്നാ താൻ പറയുന്നത്. He is saying, I am not able. തന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ, തന്റെ അയോഗ്യതകൾ നിരത്തി വെക്കുകയാണ്. He is saying his disabilities, his disqualifications. എന്റെ നാക്ക് കട്ടികൂടിയ വിക്കുള്ള നാക്കാണ്. Oh, I am slow of speech and have a thick tongue. ഹല്ലേലൂയ. എനിക്ക് പറയുന്ന വാക്കുകൾ മുറിച്ചേ പറയാൻ പറ്റൂ. I can only stutter and stammer and say things. ഉടനെ ദൈവം പറഞ്ഞു, Here the Lord says, നിന്റെ വിക്കുള്ള നാക്ക് നിർമ്മിച്ചത് ഞാനാണ്. I am the Lord who created your tongue. ഓ, എത്ര അഭിമാനമായി എനിക്ക് ഇന്ന് പകൽക്കാലം. Oh, how glorious it is this morning. എന്റെ രോഗം ദൈവം തന്നതാണെങ്കിൽ If the Lord has given me my sickness, ആ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ നോട്ടമുണ്ടല്ലോ. oh, the Lord is looking after me in that sickness. എന്റെ വേദന ദൈവത്തിന്റെ സ്വത്താണെങ്കിൽ If pain is a part of the Lord, ആ വേദനയിൽ വെളിപ്പെടുന്ന ഒരു കൃപയുണ്ട്. there is a grace that manifests in that pain. എന്റെ വിക്കുള്ള നാവിലും വെളിപ്പെടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. I thank the Lord for the grace of God that manifests in my എന്റെ stuttering. അറിവില്ലായ്മയെ, എന്റെ ഇല്ലായ്മയെ സ്വർഗത്തിന്റെ കൃപ ശക്തി കൊണ്ട് പൊതിയുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. I thank the Lord that He wraps His grace around when I am lacking. ഇന്ന് പകൽക്കാലം മോശയെ, നിന്റെ വാക്കല്ല എനിക്ക് വേണ്ടത്. Oh, Moses, I don't care about the eloquence of your words. ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച നിന്റെ ബിരുദങ്ങളല്ല എനിക്ക് വേണ്ടത്. I don't care that you got your degree in the University of Egypt. നിന്റെ കൈകളുടെ പ്രവൃത്തിയും സാമർത്ഥ്യവുമല്ല എനിക്ക് വേണ്ടത്. I don't care about your abilities and your hands. നിന്റെ മുറിഞ്ഞ വാക്കുകൾ വരുന്ന നാക്ക് എനിക്ക് വിട്ടു തരിക. Oh, if you let go of your tongue that is stammering to me. ഭംഗിയായി സംസാരിക്കുവാൻ കഴിയാത്ത നിന്റെ ആദരം എനിക്ക് വിട്ടുതാ. Oh, if you let go of your lack of elegance to me, ഞാൻ അതിൽ എന്റെ വാക്ക് വെക്കാൻ പോകുകയാ. I am going to add my words to it. ഇന്ന് പകൽക്കാലം എന്റെ അറിവില്ലായ്മയിൽ ദൈവത്തിന്റെ ജ്ഞാനം ഇറങ്ങി വരട്ടെ. Oh, in my disabilities, let the Lord's abilities come down. നിന്റെ വേദനയിൽ ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങി വരട്ടെ. Oh, in your pain, let the healing of the Lord come down this നിന്റെ morning. നിരാശയിൽ ദൈവത്തിന്റെ പ്രത്യാശ ഇറങ്ങി വരട്ടെ. In your depression, let the hope of the Lord come down this എത്ര പേർ morning. കർത്താവിനെ സ്തുതിക്കുന്നു പകൽക്കാലം? How many of you will praise Him? എന്റെ വിക്കുള്ള നാവിനെ തേജസ്സുള്ള മുഖമാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തി. Oh, the work of the Lord that can change my stammering tongue into a shining face. Hallelujah. 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 Praise the Lord. Thank you, Jesus. Hallelujah. Hallelujah. ഈ ഒഴിവ് കഴിവുകളൊക്കെ നിരത്തി വെക്കുമ്പോൾ As he is talking about his disabilities, disqualifications, ദൈവം മോശയോട് ചോദിച്ചൊരു ചോദ്യമാണിത്. there's a question that is asked of നിന്റെ Moses. കയ്യിൽ എന്താ ഇരിക്കുന്നത്? What is in your hand? അതാണ് നാം വായിച്ച പുറപ്പാട് 4:2-3 വാക്യങ്ങൾ. That is what we read in Exodus 4:2-4. അത് മോശ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉള്ളൂ. He says, I only have a rod in my hand. ഏതാ പ്രിയരെ മോശയുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വടി? What is this staff that is in his hand? ഇതിന് 3 അർത്ഥം ഞാൻ പറയാം. Let me tell you the 3 meanings. ഒന്ന്, ഇതൊരു ആട്ടിടയന്റെ കയ്യിലെ വടിയാണ്. One is, this is a staff of a shepherd. മിദ്യാൻ ദേശത്ത് ഭാര്യയും 2 മക്കളും കുറച്ച് ആടുകളുമായി ഒതുങ്ങിപ്പോയ വടി. Oh, this is the place in Midian with a wife and 2 children. He had been made small. നാട് വിട്ടു, വീട് വിട്ടു, നാട്ടുകാരെ വിട്ടു, വീട്ടുകാരെ വിട്ടു, ഒറ്റപ്പെട്ടു പോയ ഏകാന്തതയുടെ വടിയാണ്. This is a place of isolation for Moses where he had to run away from his people, and he is now made small in Midian. ഈ കുടുംബത്തിനും മിദ്യാനിലുള്ള ഈ
ആടിനും അപ്പുറത്തൊരു ഭാവിയില്ലെന്ന് എന്നും എന്നോട് പറയുന്ന വടിയാ എന്റെ കയ്യിലെ വടി. The staff always tells me that I don't have a future, that I am just going to end up in Midian. രണ്ട്, ഇതൊരു കുലപാതകന്റെ വടിയാ. Second, this is a staff of a murderer. 40 വർഷം മുമ്പ് 40 years ago, ഞാൻ ഈ നാട്ടിലേക്ക് ഓടി വരുവാൻ കാരണമായിരുന്ന കോപത്തിന്റെ വടിയാണ്. oh, it is the reason I had to end up in Midian, the anger that burned in me. ഒരു ബഹലലിയ മിസ്രയീമിനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്യുവാൻ ഈ വടിയാണ് കാരണം. Oh, it is because of this that I had to kill an Egyptian and bury them in the sand. എന്റെ അഡ്രസ് കളഞ്ഞ വടിയാണിത്. This is what made me lose my address, this staff. നാട് വിട്ടു വീട് വിട്ടു ഓടേണ്ടി വന്ന വടിയാ ഇത്. This is why I had to run away because of this staff. എനിക്കിനി ഒരു പേരുമാറ്റം രൂപമാറ്റം ഉണ്ടാകത്തില്ലെന്ന് എന്നും എന്നോട് പറയുന്ന വടിയാണ്. Daily this staff tells me that I cannot be transformed, I cannot be changed. തിരിച്ചൊരു മടക്കയാത്ര എനിക്കില്ലെന്ന് എന്നും എന്നെ വെല്ലുവിളിക്കുന്ന ഓർമ്മകളുടെ വടിയാണ്. Oh, daily this staff torments me saying I don't have a return journey. മൂന്ന്, ഇതൊരു രാജകുമാരന്റെ കയ്യിലെ വടിയാണ്. Third, this is a staff in the hand of a prince. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന പേരും പെരുമയുമുള്ള കാലത്ത് ഞാൻ ഇത് മുറുകെ പിടിച്ചിരുന്നു. I used to hold on to the staff when I had the name that of Prince of Egypt. അധികാരവും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വടിയാണ്. Oh, there was authority and power at that time in the staff. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ, ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ വടിയാണ്. But it is only by name now, it has become useless. ദൈവമേ, ഒരു വടി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. Lord, I just have a staff in my hand. അതിന്റെ ചരിത്രം മോശയുടെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയി കാണാം. Oh, the old history is playing back in his mind. ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നു, ആ വടി നീ നിലത്തിടുക. Oh, the heavens is saying, throw it on the ground. മോശയെ നീ ആ വടി നിലത്തിടുക. Put that staff on the ground. ഉപയോഗമില്ലാത്ത, Oh, that useless, നിന്റെ അഡ്രസ് കളഞ്ഞ, that made you lose your നിന്നെ address, ചുരുക്കി കളഞ്ഞ that demoted you. ആ വടി ഇന്ന് പകൽ നിലത്തിട്ടാട്ട് Oh, put that on the floor. ദൈവം കൽപ്പിച്ചതുപോലെ മോശയെ ആ വടി നിലത്തിട്ടു. So Moses obeyed and put that rod on the ground. ആ തന്റെ സന്തത സഹചാരിയായിരുന്ന ആ വടി താൻ നിലത്തേക്കിട്ടു. Oh, his companion, that staff, was thrown to the ground. ഇതാ ഒരു അത്ഭുതത്തോടെ വെളിപ്പെടുന്നു. There was a miracle that took place. നിലത്ത് വീണ വടി ഇഴയാൻ തുടങ്ങി. Oh, that started to move that staff. ആ വായിക്കുന്നത് മോശ കണ്ടു ഭയപ്പെട്ടോടി. Moses was afraid, it became a serpent and he ran from it. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. He understood something. 40 വർഷമായി 40 years. ഇതിനെ ചുറ്റി വരിഞ്ഞിരുന്ന ഒരു സർപ്പമുണ്ട് അതിന്റെ പിന്നിൽ. Oh, there was a serpent that was around it and binding it. എന്നെ കോപിഷ്ഠനാക്കിയതിന്റെ പിന്നിൽ, Oh, it made me angry. എന്റെ അഡ്രസ് കളഞ്ഞതിന്റെ പിന്നിൽ, What I lost made me lose my എന്റെ ആത്മീയം address. ചോർന്നു പോകുന്നതിന്റെ പിന്നിൽ, Oh, my spiritual life was lost. ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറിയ പിശാച് എന്ന പഴയ പാമ്പ് എന്റെ പ്രവൃത്തികളെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. Oh, the old serpent from the Garden of Eden was around this staff. ഇന്ന് പകൽക്കാലം ദൈവസഭ തിരിച്ചറിയണം. Oh, understand this, church. ദൈവമക്കൾ തിരിച്ചറിയണം. Oh, children of God, understand. 90-ാം സങ്കീർത്തനം അവസാന വാക്ക് നാം ഇങ്ങനെ വായിച്ചു നിർത്തുന്നത്, Oh, Psalms 90, the last verse we read. യഹോവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Oh, Lord, enable the work of our hands to come to pass. നമ്മുടെ കൈയുടെ പ്രവൃത്തി എന്തുകൊണ്ട് പലപ്പോഴും സാധ്യമാകുന്നില്ല? Why does many of the things that we do not establish? നമ്മുടെ പ്രവൃത്തികളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അശുദ്ധ ശക്തികൾ, Because the powers of darkness that is encircling our work. ഞാൻ അറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുടുംബത്തിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകളുണ്ട്. Oh, there is bondages of Satan, bondages of darkness that is around your family and ഇന്ന് you. പകൽക്കാലം ഹോരേബിലെ കത്തുന്ന ദൈവ സാന്നിധ്യത്തിൽ നിലത്തിട്ടാൽ അശുദ്ധ ശക്തികൾ ഇഴഞ്ഞു പുറത്തു വരും. But if you put it at the presence of God and Horeb, it will flee. മറ്റുള്ളവരെക്കാൾ കഴിവുണ്ട് നിനക്ക്. Oh, you have more ability than others. മറ്റുള്ളവരെക്കാൾ അറിവുണ്ട്. You know more than others. മറ്റുള്ളവരെക്കാൾ ആരോഗ്യമുണ്ട്. You have more health than others. മറ്റുള്ളവരെക്കാൾ വിദ്യാഭ്യാസമുണ്ട്. You are more educated than others. പക്ഷേ എന്തുകൊണ്ട് ആഗ്രഹിച്ച സ്ഥാനത്ത് ഇതുവരെ എത്തിയില്ല? But why are you not reaching the positions you desire? നിന്റെ മുന്നിൽ അനേകർ കയറി ഓടിയില്ലേ? Oh, many people are running into you. അതിന്റെ കാരണം ഇന്ന് പകൽ കണ്ടുപിടിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. It would be good to know the reason. എന്റെ ചിന്തകളെ ചുറ്റി വരിഞ്ഞ അന്ധകാര ശക്തികൾ, Oh, the powers of darkness that control my thoughts. കുഞ്ഞേ, നിനക്ക് നല്ല ബുദ്ധിയുള്ള കുഞ്ഞാ നീയെ. Child, you are very smart. നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്. You are a beautiful child. നീ മിടുക്കനാണ്, നീ മിടുക്കിയാണ്. You are an educated and പക്ഷെ എന്തോ തകർച്ച വ്യാപരിക്കുന്നത്? But why are you defeated? നിന്റെ ബുദ്ധിമണ്ഡലത്തെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന സർപ്പശക്തികൾ. Oh, there is powers of serpents that is encircling your ഇന്ന് intelligence. പകൽക്കാലം അഗ്നിയുടെ മുമ്പിൽ അത് വെളിപ്പെട്ടു വരട്ടെ. Oh, in the midst of the fire, let them flee. ദൈവസഭ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, As the church worships in the spirit, കുടുംബ പ്രാർത്ഥന വീട്ടിൽ നടക്കുമ്പോൾ, as family worship is taking ദൈവവചനം place, മുഴങ്ങി കേൾക്കുമ്പോൾ, as the word of God is നീ declared, ആത്മാവിൽ ദൂത് പറയുമ്പോൾ, as you speak the word in power, വർഷങ്ങൾ പഴക്കമുള്ള, oh, the old serpent, വർഷങ്ങൾ പഴക്കമുള്ള the old ancient
ancient serpent. അശുദ്ധ ശക്തികൾ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. The powers of darkness will come out today. പ്രിയബാന ഹംദര വൈഡമൻ എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? How many of you will praise him ഓ today? എന്റെ ഭാവി ഇരുട്ടിലാക്കിയ, Oh, my future is in എന്റെ darkness. ആത്മീയത്തിന് വില പറഞ്ഞ, Oh, my spiritual life is എന്റെ in കൃപാവരം shambles. ചോർത്തിക്കളഞ്ഞ, Oh, my grace is going നിന്റെ down. കുടുംബജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന, My family is being നിന്റെ destroyed. കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മുകളിൽ വരവരച്ച് ഇതിനപ്പുറത്ത് പോകരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന Oh, my future of my children is being put a limit on. ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽ പുറത്തു വരട്ടെ. Oh, let the powers of darkness come out and flee. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? How many of you will praise him അന്ധകാര today? ശക്തികൾ വെളിയിൽ വരട്ടെ. Oh, let the powers of darkness come out. ഞങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണം. Oh, let the Lord enable your works to establish. Establish the work of our hands, Lord. Establish the work of our hands, ഞങ്ങളുടെ Lord. കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. Establish the work of our hands, Lord. ആദരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചോ. Oh, lift your lips and praise ആത്മാവിൽ him. പാടി സ്തോത്രം ചെയ്തോ. Worship him in the spirit ഇന്ന് പകൽക്കാലം today. ചിലത് വെളിപ്പെട്ട് വരികയാണ്. Oh, some things are being revealed today. മോശ പോലും ഭയപ്പെട്ടു പോയി. Oh, Moses was even afraid. കഴിഞ്ഞ 40 വർഷം ഞാൻ ഇതാണല്ലോ കൊണ്ടു നടന്നത്. Oh, for 40 years I was holding this serpent. ഇന്ന് പകൽ ചില ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ. Oh, let some spiritual eyes be opened വെറുതെ today. കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. Oh, there's no point in scolding your വെറുതെ child. സഹോദരനോട് കലഹിച്ചിട്ട് കാര്യമില്ല. There's no point in starting a fight with വെറുതെ your ഭാര്യയെ brother. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. There's no point in complaining against your വെറുതെ wife. ഭർത്താവിനോട് മത്സരിച്ചിട്ട് കാര്യമില്ല. There's no point in competing with your അതിന്റെ പിന്നിൽ ഒരു husband. അശുദ്ധ ശക്തിയുണ്ട്. There is an evil power behind it. ഇന്ന് പകൽ ആത്മാവിൽ അത് പുറത്തു വരണം. Oh, in the spirit it should come out and flee. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. Oh, let it take place in the name of Jesus. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം കൽപ്പിച്ചു മോശയോട്, Oh, the Lord told Moses, നീ കൈ നീട്ടി അധികാരത്തോടെ അത് എടുക്ക്. put out your hand and catch it by the tail. അഗ്നി ദർശനം കണ്ട കണ്ണല്ലേ, Oh, you have seen fire with your ദൈവ eyes. ശബ്ദം കേട്ട ചെവിയല്ലേ, You have heard the voice of the Lord with your ദൈവം നിന്നോട് ears. നേരിട്ട് സംസാരിച്ചല്ലേ. The Lord has spoken directly to ഇനി നീ you. ഭയപ്പെട്ട് ഓടണ്ട. You don't have to be afraid. കരം നീട്ടി അതിനെ പിടിക്കാം. Oh, put out your hand and catch it. ഇത് തന്നെ യേശു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. That is what the Lord Jesus said to you. മർക്കോസ് 16:15. In Mark we see that. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടാട്ട് Oh, you go forward. യേശു തരുന്ന അധികാരം നിങ്ങൾ ഏറ്റെടുത്താട്ട് Oh, go with the authority the Lord gives you. സിംഹത്തിന്മേലും അണലിമേലും നിങ്ങൾ ചവിട്ടും. Oh, you will step on mountains and lions and scorpions. ബാലസിംഹത്തെയും പെരുമ്പാമ്പുകളെയും നിങ്ങൾ മെതിച്ചു കളയും. You will step on serpents and will overcome ഇന്ന് them. പകൽക്കാലം ചില കാലുകൾ അങ്ങനെ ബലപ്പെടട്ടെ. Oh, let some feet be made strong today. അശുദ്ധ ശക്തികളെ ചവിട്ടി മെതിക്കുവാൻ, That the powers of darkness be stepped പിശാചിന്റെ upon. പദ്ധതികളെ പൊളിച്ചെഴുതുന്ന Oh, that the powers of darkness be changed. സ്വർഗത്തിന്റെ അധികാരം ദൈവസഭ ഏറ്റെടുക്കട്ടെ. Oh, receive the authority of the Hallelujah. Lord. Hallelujah. 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 മോശ ആ വടി കയ്യിലെടുത്തു. Moses took that staff in his അത് hand. വേറൊരു പുതിയ വടിയായി കയ്യിൽ മാറി. It became a new staff in his ആ hand. വടിയാണ് ദൈവത്തിന്റെ വടി. That became the staff of ഏത് God. വടിയാ ദൈവത്തിന്റെ വടി? So what is this staff of God? പിശാചിന്റെ കെട്ടഴിഞ്ഞ വടി ദൈവത്തിന്റെ വടി. Oh, it is the place where Satan was made to go fail. ആരാ ദൈവമക്കൾ? Oh, who are the children of God? അതിക്രമങ്ങളും പാപങ്ങളുമായിരുന്ന ഈ അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ ദൈവമക്കൾ. Oh, children of God that have been saved from the clutches of sin. ആരാ ദൈവസഭ? Who is the church of യേശുവിന്റെ God? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശരീരമാ ദൈവസഭ. Oh, the body that was brought by the Lamb. ഇന്ന് പകൽക്കാലം ചിലതിന്റെ തലക്കെട്ട് മാറാൻ പോകുക. Oh, some of the headings are going to change today. ദൈവത്തിന്റെ വക എന്ന പേര് ലഭിക്കാൻ പോകുക. Oh, you are going to receive the name child of ഇത് God. ദൈവത്തിന്റെ വടി. This is the staff of ഇന്ന് God. പകൽക്കാലം നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട്. Oh, what do you have in your hand ആ today? അല്പമുള്ളത് ദൈവത്തിന്റെ കൈ കൊടുത്താട്ട്. Oh, that little if you would give to the Lord. അന്ത്രയോസ് പറയുന്നു, As Andrew said, ആവശ്യം 5000 പുരുഷന്മാരുടേത്. oh, 5,000 people are in need. സമയം സന്ധ്യയായിരിക്കുന്നു. The time is coming to സാഹചര്യങ്ങൾ us. അനുകൂലമല്ല. It is not in our favor. കയ്യിൽ 800 വെള്ളിക്കാശ് മാത്രമേ ഉള്ളൂ. We only have 800 silver coins. സ്വർഗം ചോദിക്കുന്നു, എന്താ നിന്റെ പക്കലുള്ളത്? Oh, the heavens is asking, what do you have in your അഞ്ചപ്പൻ hand? 2 മീന്. 5 bread and 2 fish. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പക്കലുള്ള ആ ചെറുത് ദൈവത്തിന്റെ കൈ Oh, കൊടുത്താട്ട്. give that small thing to the hands of the Lord. സഹോദര, 2 തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. Brother, you can make 2 decisions. സഹോദരി, 2 തീരുമാനം എടുക്കാം. Sister, you can make either decision. ഒന്നെങ്കിൽ ഇത് കഴിച്ച് നിനക്ക് വയറ് നിറയാം, One, you can eat and you can be content. അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്ത് 5000ങ്ങൾക്ക് പ്രയോജനപ്പെടാം. Or you can give it to the hand of the Lord and use it for ഇന്ന് പകൽക്കാലം 5,000. ഏത് വേണമെന്ന് തീരുമാനിച്ചാട്ട്. You decide what you want today. മൂളിപ്പാട്ട് പാടി വീടിനകത്തിരിക്കണമോ, Or do you stay in your home singing to yourself? പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് സഭയെ ഉണർത്തണമോ? Or do you want to sing in the spirit and worship and
in the church? വാക്യം കാണാതെ പഠിച്ചാലിയ വീട്ടിലിരിക്കണമോ? Or do you want to memorize scripture and stay അറിയാവുന്ന home? വചനം പറഞ്ഞ് ആത്മലോകത്തിന് പ്രചോദനം കൊടുക്കണമോ? Or do you want to declare the word of God and encourage others? നിങ്ങളുടെ ഉദരപൂർണമാണോ ലക്ഷ്യം, അതോ ദൈവസഭയുടെ ഉന്നതിയാണോ? Or do you just care Hallelujah. about yourself or the establishment of the kingdom of God? നിങ്ങൾക്ക് കരയാൻ കഴിവുണ്ടെങ്കിൽ, Oh, if you can pray or cry, കണ്ണുനീരൊടുക്കാൻ കഴിവുണ്ട്, if you can അത് cry, ലോകത്തിൽ ആരും അറിയുന്നതല്ല. oh, no one needs to know. പക്ഷെ അത് 5000ങ്ങളുടെ പ്രയോജനമായി മാറുമെന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. But let me tell you, it can be useful for 5,000. നിങ്ങളുടെ അല്പം ദൈവത്തിന് കൊടുത്താട്ട്. If you give your little to the Lord, ഒരു വിധവ പറയുന്നു, oh, this widow is saying, എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. all I have is one jar of oil. കൊടുക്കും മതിയെന്ന്. ദൈവത്തിന് തുടങ്ങാൻ എന്തെങ്കിലും വേണം. Oh, the Lord just needs a small thing to start something big. എല്ലാം കിട്ടിയിട്ടല്ല തുടങ്ങുന്നത്. Oh, after you receive everything, you don't ഇന്ന് give. പകൽക്കാലം തുടങ്ങാൻ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താട്ട്. Oh, give something to the Lord to start it off. മോശയുടെ കയ്യിലേക്ക് ആ വടി ദൈവത്തിന്റെ വടിയായി മാറി. Oh, that became a staff of God in the hand of Moses. ഈ വടിയാണ് മോശ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. This is the staff that Moses is lifting up. ഇതാണ് മോശ ഉയർന്ന കരത്തിൽ പിടിച്ചിരിക്കുന്ന രഫീദീമിലെ കുന്നിലെ വടി. This is what he's lifting up in the hill of Rephidim. ഇത് ഒരു പിടി അനുഭവങ്ങളുടെ വടിയാ. Oh, this has testimonies to say. അധികാരത്തിന്റെ ശുശ്രൂഷ പലവട്ടം തെളിയിച്ച അനുഭവത്തിന്റെ വടിയാ. Oh, he has so many testimonies of authority from the Lord to speak of. മിസ്രയീമിലെ മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങിയ അത്ഭുതത്തിന്റെ വടിയാ. Oh, this is the staff of miracles of the Lord that was able to swallow up the powers of Egypt. നീലനദിയുടെ നിറം മാറ്റിയ അധികാരത്തിന്റെ വടിയാ. Oh, this is the staff the of Lord. authority that was able to change the color of Nile. ചെങ്കടലിന്റെ മധ്യേ പെരുവഴി തുറന്ന അനുഗ്രഹത്തിന്റെ വടിയാ. This is the staff that was able to open up a highway in the midst of the Red Sea. ചുട്ടുപൊള്ളുന്ന പാറയിൽ നിന്ന് കുളിർമയുള്ള ജലം പുറപ്പെടുവിച്ച അനുഭവങ്ങളുടെ വടിയാ. Oh, this is the experience of opening up a spring in the midst of a rock. പ്രിയരേ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, Let me tell you this morning, ദൈവിക സംസർഗത്തിന്റെ ഇന്നലകളിൽ അനുഭവിച്ച ആത്മീയ അനുഭവങ്ങളുടെ ഒരു മരക്കമ്പ് ഉയർത്താൻ കയ്യിലുണ്ടെങ്കിൽ, oh, if you have a rod, a wooden rod of past experience to lift up, ദൈവം നടത്തിയ വഴികളുടെ ഓർമ്മയുടെ ഒരു വടി കയ്യിലുണ്ടെങ്കിൽ, if you have a staff of remembrance to lift up the way the Lord has led you, ഒരു അനുഭവ സാക്ഷ്യം പക്കലുണ്ടെങ്കിൽ, if you have a word of testimony, ഇന്നും നിങ്ങളുടെ യുദ്ധങ്ങൾ നിങ്ങൾക്ക് ജയിച്ചു കയറാം. oh, you can win your battles today. ഇന്ന് നിരാശയുടെ താഴ്വരയിലായിരിക്കാം. You might be in the midst of ഒരുപക്ഷേ depression. തല കുനിച്ചിരിക്കാം. Your head might be bowed ഇന്നലെ down. ദൈവം നടത്തിയ അനുഭവത്തിന്റെ ഒരു പിടി കമ്പ് കയ്യിലുണ്ടെങ്കിൽ, But if you have a staff that has the experience of the past to speak അത് about, ധൈര്യത്തോടെ ഉയർത്തിപ്പിടിക്കോ. lift it up boldly. ലോകം കാണട്ടെ, Let the world see. പിശാച് കാണട്ടെ. Let the devil see. ഒരു അനുഭവത്തിന്റെ സ്തോത്രം എത്ര പേര് പറയും? How many of you will give a word of testimony? ചേറ്റിൽ നിന്ന് വീണ്ടെടുത്ത ഒരു അനുഭവം, Oh, he had lifted me up from the miry ഇന്നലെ അനുഭവിച്ച clay. രോഗശാന്തിയുടെ Oh, അനുഭവം, the healing that he took place for കണ്ണുനീരൊഴുക്കി me. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന Oh, അനുഭവം, when I cried out, the Lord showed up for me in the past. ജീവിതത്തിൽ മാറുകയില്ല മാറ്റുകയില്ലെന്ന് വെല്ലുവിളിച്ചതിനെ മാറ്റിമറിച്ച ഒരു അനുഭവത്തിന്റെ കരം. Oh, when the battle cry said that this is forever, the Lord changed the situation. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് Oh, when everything was over, I thought, അത്ഭുതകരമായ പുത്തൻ അനുഭവത്തിന്റെ വഴികൾ തുറന്ന വടികൾ. the Lord gave us new experiences by the rod. കരമുയർത്തി അങ്ങനെ പറഞ്ഞാട്ട് ഒരേ വടി എന്റെ പക്കലുണ്ട്. Oh, can you lift your hands with this rod and say, I have some testimonies of the past. അപമാനിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട ആലയത്തിൽ ഹന്ന വന്ന് നിൽക്കുന്നു. So Hannah is in the temple and she is misunderstood. അവിടെ അവളൊരു അനുഭവം ഉയർത്തിപ്പിടിക്കുക. She is saying a testimony there. എന്നെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച ഏലിയോട് പറയുന്നു, Oh, to Eli who is ridiculing her, she is saying, ഈ ബാലനായി ഞാൻ പ്രാർത്ഥിച്ചു. I pray for this child. ശമൂവേലിനെ ചൂണ്ടിയാ പറയുന്നത്, And she is pointing to ഈ Samuel. ബാലനായി ഞാൻ പ്രാർത്ഥിച്ചു. I pray for this boy. ഞാൻ എവിടെ നിന്ദിക്കപ്പെട്ടോ, Oh, wherever you are ഞാൻ എവിടെ ridiculed, ആക്ഷേപിക്കപ്പെട്ടോ, wherever you are mocked, അവിടെ ഉയർത്തിപ്പിടിക്കുവാൻ ഒന്നെന്റെ ദൈവം കയ്യിൽ തന്നു. the Lord has given me something to lift up ഇന്ന് there. പകൽക്കാലം നിന്റെ കുഞ്ഞിനെ ചൂണ്ടി പറഞ്ഞാട്ട്, Oh, can you point to your child and say, ഉദരത്തിൽ വെച്ച് ഒടുങ്ങിപ്പോകേണ്ടതായിരുന്നു, oh, he should have ended up in the womb. സ്വർഗം പുറത്തെടുത്ത് തന്നില്ലേ? But the Lord delivered him out. ഇതെന്റെ അനുഭവമാ. This is my experience. ഉദരത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ ദൈവം The സഹായിച്ചെങ്കിൽ Lord helped him to come out of the mother's womb. അവന്റെ ഉയർച്ച തടയുവാൻ ആർക്കും കഴിയത്തില്ല. No one can stop his rising up. ദൈവം എനിക്ക് തന്ന കുടുംബമാണെങ്കിൽ If the Lord has given me a അതിനെ family, ഉടച്ചു കളയുവാൻ ആരെയും ദൈവം the സമ്മതിക്കത്തില്ല. Lord will allow no one to crush it. എത്ര പേര് ഇന്ന് പകൽ ആത്മാവിൽ വടികൾ ഉയർത്തി പ്രാർത്ഥിക്കും? How many of you will lift up the rod ഓ, and ദൈവം give തന്ന testimony? അനുഭവങ്ങളുടെ കൂമ്പാരങ്ങൾക്കായി സ്തോത്രം. I thank the Lord for your blessings. ആരെന്തൊക്കെ പറഞ്ഞാലും, Oh, no matter what people ആരെന്നെ say, ചെറുതാക്കി no കാണിച്ചാലും, matter how people try ആര് to പുറകിൽ belittle, നിന്ന് ആക്രമിച്ചാലും,
ആക്രമിച്ചാലും whoever tries to attack from ഏത് the back, അമാലേക്ക് ചുറ്റും നിന്നാലും no matter Amalek that might circle you, എത്ര ശക്തമായ വെല്ലുവിളികൾ ഉയർന്നാലും no matter how strong the battle cry, കാണുന്നവർ അമ്പരക്കുമാർ ചില അനുഭവങ്ങൾ ദൈവം the തന്നിട്ടുണ്ട്. Lord has given you some extraordinary experiences. കാണുന്നവർക്ക് ഇത് കേവലം വടിയാ കേട്ടോ. Oh, this is an ordinary staff to the people പിടിച്ചവൻ looking. അറിയാം അതിന്റെ പിന്നിലെ രഹസ്യം. Oh, but the person holding it knows the secret behind it. നിങ്ങൾ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറയുമ്പോൾ ആൾക്കാർ പറയാം ഒരു കൊച്ചു സാക്ഷ്യമാണ്. Oh, when you testify, people say that is a small നിങ്ങൾ ഒരു testimony. പാട്ട് പാടുമ്പോൾ ആൾക്കാർ പറയും രണ്ട് വരിയല്ലേ എന്ന്. Oh, when you sing a song, people say that's just a song. പിടിച്ചിരിക്കുന്നവൻ അറിയാം അതിന്റെ പിന്നിലെ ദൈവിക അനുഭവങ്ങൾ. Oh, but the person who's singing it knows the experience, the same pain behind it. ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമായി ഉയർത്തി വേണം പ്രാർത്ഥിക്കുവാൻ. Oh, we need to lift it up with the experience we have received from the Lord and the testimony. റെഫീദീമിലെ കുന്ന് നമുക്ക് തരുന്ന രണ്ടാമത്തെ പാഠം. The second lesson from Rephidim. റെഫീദീമിലെ ഹല്ലേലൂയ മല എന്താണ്? പ്രാർത്ഥനാ മലയാണ്. It is the house of prayer, the mountain of prayer. പ്രസംഗം തുടങ്ങുന്നതേ ഉള്ളൂ. I'm just starting my sermon. മോശ കയറിയ ആറാമത്തെ കുന്നാണ് റെഫീദീമിലെ മല. The sixth mountain Moses climbed was Rephidim. ഇത് പ്രാർത്ഥനാ മലയാണ്. This is a place of prayer. പ്രതിസന്ധിയുടെ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തുന്ന കണ്ണുയർത്തുന്ന കരമുയർത്തുന്ന സ്ഥലം. Oh, this is the place in the midst of trial and tribulation you lift up your hands and you praise to the Lord. യേശുവും പ്രാർത്ഥനയ്ക്ക് എത്രയോ പ്രാവശ്യം മല കയറി. Oh, Jesus went up mountains to pray so many times. അന്ന് രാവിലെ മലയിൽ പോയി പ്രാർത്ഥിക്കും. Early in the morning he would climb mountains to pray. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ മലയിൽ കയറി. All night he would spend time in the mountains. ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് കൂട്ടായി ചിലരെ തിരഞ്ഞെടുക്കുവാൻ ഒരു രാത്രി മുഴുവൻ മലയിൽ പ്രാർത്ഥിച്ചു. In order to choose the people for his co-ministry, he spent a whole night in the mountain. ദൈവത്തിന്റെ ഹല്ലേലൂയ ശബ്ദം കേൾക്കുവാൻ മറുരൂപമലയിൽ പ്രാർത്ഥിച്ചു. Oh, and to hear the voice of God, he was in the Mount of Transfiguration. ഒടുവിൽ ഗെത്സമന കുന്നിന്റെ മുകളിൽ ദൈവഗീതം തിരിച്ചറിയുവാൻ രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ചു. Oh, to know the will of God, he also spent time in Gethsemane. ഇവിടെ മോശ മലയുടെ മുകളിൽ കയറിയത് പ്രാർത്ഥനാ മലയായതുകൊണ്ടാണ്. So here Moses is climbing this mountain of prayer. കാരണം അറിയാമോ? Do you know why? ഒരു കൂട്ടം യൗവനക്കാർ യോശുവയെ പോലെ പോർക്കളമേടുകളിലുണ്ട്. Oh, some young people are in the battlefield like Joshua. കഴിഞ്ഞ ആഴ്ച ഈ മെസ്സേജ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ As I was writing this message, ആത്മാവന്റെ ഹൃദയത്തെ അങ്ങനെ തെളിയിച്ചു കൊണ്ടുപോയി. oh, this is what the Spirit led me to. ഒരു കൂട്ടം യൗവനക്കാർ ഈ പോർക്കളമേട് നിൽപ്പുണ്ട്. Oh, these young people are in the battleground. അമാലേക്കിനെ പോലെ ആയുധമേന്തി അശുദ്ധ ശക്തികൾ വാവളർന്നു നിൽപ്പുണ്ട്. Oh, the powers of darkness like the Amalekites are standing against them. ഈ ലോകത്തിന്റെ മോഹങ്ങളും താൽക്കാലിക സുഖങ്ങളും വിഴുങ്ങുവാൻ കടന്നു വരുന്നു. Oh, the powers of this world and the desires of this world try to swallow them. കൃപയുള്ളതിനെ വിഴുങ്ങിക്കളയുവാൻ. Oh, to take up, swallow what has grace. ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടേണ്ട ഭാവി വാഗ്ദാനങ്ങളെ നുളയിലെ മുള്ളിക്കളയുവാൻ. Oh, to take up the future of the church into his power. അമാലേക്കിന്റെ കൂട്ട് വാവളർന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ശക്തികളുണ്ട്. There is powers of darkness that try to backstab like Amalek. അവരവിടെ ജയമെടുക്കുന്നത്. Oh, they try to take ഞാൻ victory. ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വാളും കുന്തവും പരിചയം കൊണ്ടല്ല. It is not by the power of the might of the army. ബുദ്ധിയും മിടുക്കും കഴിവും കൊണ്ടല്ല യൗവനക്കാർ The ജയമെടുക്കേണ്ടത്. young people need to be victorious not by their intelligence. ശുശ്രൂഷകന്മാർ ശുശ്രൂഷ കളത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. Oh, there is servants of God in the battlefield. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നിങ്ങൾ ആ വിജയം തീരുമാനിക്കണം. Oh, you need to decide that battle. അവരുടെ കഴിവും മിടുക്കും അറിവും കൊണ്ടല്ല ജയം നേടുന്നത്. Oh, that victory was not by their knowledge, education. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? Do you know how they won? മുഴങ്കാലിൽ കണ്ണുനീരോടെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ പുറകിലുണ്ട്. Oh, there is parents that lift up prayer and crying behind them. യൗവനക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ട്. Young people understand. നിങ്ങൾ വളർന്നു വരുന്ന പ്രായമായതുകൊണ്ട് ആ സ്നേഹത്തോടെ ദൂത് പറയുന്നത്. Let me tell you, as you're growing up and love this message. നിങ്ങളെ വിഴുങ്ങുവാൻ അശുദ്ധ ശക്തികൾ വാവളർന്നു നിൽപ്പുണ്ട്. Oh, there is the power of this world and darkness trying to swallow you. ആയുധമേന്തി അശുദ്ധ ശക്തികൾ നിരനിരയായി വരുന്നു. Oh, they come up and battle against you one after another. നിങ്ങളുടെ വിദ്യാഭ്യാസം ഒന്ന് മുടിച്ചു കാണണം. Oh, to destroy your education. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ തകർന്നു കാണണം. Oh, to destroy the one who prays. നിങ്ങളുടെ ബുദ്ധി മറിച്ചു കളയുവാൻ. Oh, to take away your brains. വിശ്വാസത്തിൽ നിന്ന് വീഴിക്കുവാൻ. To make you fall from the faith. വചനത്തിൽ നിന്ന് തെറ്റിക്കുവാൻ. To take you away from the word of God. അമാലേക്കിന്റെ ആരവം ഞാൻ കേൾക്കുന്നു. I hear the voice and the battle cry of Amalek. ദൈവസഭയുടെ ധൈര്യം. Oh, but the church is strong. ഉയർത്തിയ കരവുമായി മടക്കിയ മുഴങ്കാലുമായി ഒരു കൂട്ടം മാതാപിതാക്കൾ ദൈവസഭയിലുണ്ട്. Oh, there is a group of parents on their knees lifting up their hands
hands and the staff of the Lord in prayer. നിങ്ങൾക്ക് തോന്നി ഇത് വെറും ചെലവാണെന്ന്. Oh, you might think it's a waste of time. വൈകുന്നേരം 6:30 തൊട്ട് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? Why do they pray from 6:30 on? എന്തിനാ എല്ലാ ദിവസവും രാവിലെ നിലവിളിച്ച് കരയുന്നത്? Why do they pray in the morning? ഇവിടെ യുദ്ധം ജയിക്കുന്നത് ആയുധമല്ലെന്ന് അവർക്കറിയാം. Oh, they understood they do not win by the battle of their weapons. പ്രാർത്ഥിക്കുന്ന സഭ പിന്നിലുള്ളത് കൊണ്ട് Because the church is praying. ഞാൻ പരാജയപ്പെട്ടില്ലെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? How many of you know you are not defeated because എന്റെ of it? പിന്നിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. Because there is praying parents behind me. എനിക്ക് വേണ്ടി കരമുയർത്തുവാൻ എന്റെ വല്ല കൂട്ടു സഹോദരങ്ങളുണ്ട്. Because there's fellow brothers and sisters lifting up my hands. ദൈവസഭ എന്റെ പിന്നിലുണ്ട്. Oh, the church is behind me. ഇന്നലകളിൽ ഞാൻ ഏതെങ്കിലും യുദ്ധം ജയിച്ചിട്ടുണ്ടെങ്കിൽ If I had won any battle in the past, കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറഞ്ഞാട്ട്, oh, children testify. സഹോദരന്മാരെ സാക്ഷ്യം പറഞ്ഞാട്ട്, Brother and sister testify. ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ലോ, It is not by our ഇത് strength, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, not by our ability. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പുറകിലുണ്ടായിരുന്നു. It is because of the prayer of the righteous behind അതുകൊണ്ട് us. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു, So to the ones praying, let me say, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. oh, do not be weak, pray. നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും Whether you know it or not. താഴ്വരയിൽ ധാരാളം വിജയങ്ങൾ Oh, നടക്കുന്നുണ്ട്. there is many victories in the valley. അനേകർ അമാലേക്കിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. Many are coming out of the clutches of Amalek. അനേക ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട് രക്ഷയിലേക്ക് വരുന്നുണ്ട്. Many children, many people are being saved. ഈ COVID-19 കാലത്ത് In this COVID-19 period, പരസ്യമായി സുവിശേഷ പ്രഖ്യാപനം നടക്കുന്നില്ല. oh, there is no public ministry. സഭകൾ കൂടി ആരാധിക്കുന്നില്ല. The churches are not getting പക്ഷേ നിങ്ങൾ together. മുഴങ്കാലിൽ പ്രാർത്ഥിക്കുമ്പോൾ, Oh, but when you pray on your knees, എല്ലാ മീഡിയയിൽ കൂടെ ദൈനംദിനം വചനം കേൾക്കുമ്പോൾ, oh, as the media goes out daily, രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ സഹോദരങ്ങള്, oh, the brothers and sisters that are not രക്ഷിക്കപ്പെടാത്ത saved, നിങ്ങളുടെ മാതാപിതാക്കള്, your parents that are not നിങ്ങളുടെ saved, സ്നേഹിതര്, oh, your friends, സ്വർഗീയത്തെ ശക്തിയിലേക്ക് ആനയിക്കപ്പെടുന്ന oh, they are being attracted to the kingdom of ദിവസങ്ങൾ God. മുമ്പിലുണ്ട്. These are the days of that. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊള്ളുക. Oh, pray without ceasing. രഫദീമിലെ മല നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. The second lesson from Rephidim, അല്ലല്ലേ പുറപ്പാട് 17:12 in Exodus 17:12. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ച് അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ അപ്പുറത്തും ഒരുത്തൻ ഇപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ച് നിന്നു. But Moses' hands grew weary, so when they took a stone and put it under him, and he sat on it, while Aaron and Hur held up his hands, one on one side and the other on the other side. പ്രാർത്ഥനാമല നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. The second lesson we learn from the hill of Rephidim, തളരുന്ന കൈകൾക്ക് താങ്ങായി ചിലരെ വേണം. there is some people that are needed to support the hands that are getting weary. ആരെങ്കിലും തളരുമ്പോൾ കുഴയുമ്പോൾ നോക്കി നിന്ന് ചിരിക്കുകയോ കുറ്റം പറയുകയോ ഓടിപ്പോവുകയോ ചെയ്യരുത്. When people are getting tired and weary, we do not make fun of them and run away. അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കണം. We need to support them in the right way. Partnership in prayer and partnership ministry is a wonderful encouragement to each and everyone in the mainstream or in the battlefield. There is an important ministry of partnership in prayer and ministry in the battlefield. പ്രാർത്ഥനാ സഹകാരികൾ ശുശ്രൂഷ സഹകാരികൾ ദൈവസഭയ്ക്ക് എന്നും മുതൽക്കൂട്ടാം. Oh, partners in prayer and ministry is always an asset to the church. അഹരോനും ഹൂരും സൂര്യൻ അസ്തമിക്കുവോളം മോശയുടെ കൈ ഉയർന്നു നിൽക്കുവാൻ സഹായിച്ചു. Aaron and Hur held up the hands of Moses until the sun went down. യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ജയിച്ച് ഇസ്രായേലിന് ജയാഘോഷമുണ്ടായി. In the midst of the leadership of Joshua, there was victory for the people of Israel. നാം നമ്മുടെ യുദ്ധങ്ങൾ ജയിക്കുന്നത് പ്രാർത്ഥനയിലാണ്, മടക്കിയ മുഴങ്കാല് കൊണ്ടാണ്. As I reminded you, it is by prayer that we win our battles. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ പ്രാർത്ഥനയിലുള്ള പോരാട്ടമാണ്. The victorious Christian life, the secret behind it is battling in prayer. ഒരു സാധാരണ പ്രാർത്ഥനയല്ല വേണ്ടത്. It is not an ordinary prayer. ഏലിയാവിനെ പോലെ മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിക്കണം. Oh, just like Elijah, you need to bow your heads and pray. ആകാശം അടയ്ക്കുവാനും ആകാശം തുറക്കുവാനും തീ ഇറക്കുവാനും മഴ പെയ്യ്ക്കുവാനും നിങ്ങൾക്ക് കരുത്തുണ്ടെന്ന് തെളിയിക്കണം. Oh, you need to prove that you have control over nature to bring down rain and to stop heaven. ഇവിടെ നാം പഠിച്ച രണ്ടാമത്തെ പാഠം ഐക്യതയോടെ പ്രാർത്ഥിക്കണം. The second thing we learn is praying in unity. കുടുംബത്തിൽ ഐക്യതയില്ലെങ്കിൽ If there is no unity in the നാം family, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വിഫലമാണ്, പ്രയോജനമില്ല. some of the prayers we have is not useful. സഭയിൽ ഐക്യതയില്ലെങ്കിൽ If the church is not unified, പ്രാർത്ഥന
എല്ലാവരും പ്രഹസനമായി മാറും. It just becomes a spectacle. ഇന്ന് പകൽക്കാലം പരസ്പരം കൈ കൊടുത്ത് കൈയോട് കൈ ചേർന്ന് നിന്ന് വേണം We പ്രാർത്ഥിക്കുവാൻ. need to join together in unity, holding hands and praying. ലോകത്തിൽ ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും Even if no one is with you in this world, ദൈവം കൂടെയുണ്ട്. അതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. I'm not talking about God being with you, yes. കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ If your family is with you, നാം വിജയിച്ചു എന്നതിന്റെ തെളിവാണ്. we are truly blessed. ഇതൊരു ഒറ്റയാൾ പട്ടാളം, ഒറ്റയാൾ ജീവിതമല്ല. We are not living in an isolated. നിങ്ങൾക്ക് 24 മണിക്കൂറും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം. You can pray 24 hours പക്ഷെ കൂടെ alone. നിൽക്കാൻ ഒരു കുടുംബമില്ലെങ്കിൽ But if you don't have a family to stand with നിങ്ങളുടെ you, ആത്മീയം വിജയിച്ചു എന്നൊന്നും ബൈബിൾ തെളിവ് പറയുന്നില്ല. the Bible doesn't say that you are victorious. ഇന്ന് പകൽക്കാലമല്ലേ കൈത്താങ്ങൽ കൊടുക്കണം കുടുംബത്തിനകത്ത്. Yes, you need to show partnership to your family ഭർത്താവ് members. ഭാര്യയ്ക്ക് The കൈത്താങ്ങലായിരിക്കട്ടെ. wife to the husband. അതല്ലേ വചനം പറയുന്നത്. That is what the word says. ഒരു തക്ക തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. I have given them a appropriate. ആദമിന് തക്ക Helpmate. തുണയായാണ് ഹവ്വയെ ദൈവം നിർമ്മിച്ചത്. Adam's helpmate was Eve. ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിന് തക്ക തുണയാണോ? Wife, are you a good helpmate to your husband? ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യയ്ക്ക് തക്ക തുണയാണോ? Husband, are you a good helpmate to your wife? ഇന്ന് പകൽക്കാലം നമ്മുടെ എന്തെങ്കിലും ജയമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കുടുംബമുണ്ട്. Oh, if we have any victory, there is a family behind it. ഐക്യതയോടെ വേണം പ്രാർത്ഥിക്കുവാൻ. With unity, we need to pray in partnership. മോശയുടെ കൈ തളരുമ്പോൾ Oh, when Moses' hand was അവൻ weak, തളർന്നു വീഴട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ if you desire, let him fall. അത് ഇസ്രായേലിന്റെ സഭയുടെ പരാജയമായിരിക്കും. Oh, it becomes a defeat for Israel. അത് തിരിച്ചറിഞ്ഞ അഹരോൻ ഓടി വന്നു. So Aaron understood that and അത് ran. തിരിച്ചറിഞ്ഞ ഹൂർ ഓടി വന്നു. Hur understood that and ran. ഭാരമുള്ള മോശയുടെ കൈ താങ്ങുവാൻ തുടങ്ങി. Oh, those heavy hands of Moses, they lifted up. ദൈവദാസനായ മോശ ഒരു കല്ലിന് മുകളിൽ ഇരിക്കുന്നു. Moses is on top of a rock. അവർക്ക് ലക്ഷ്യം പേരും പെരുമയുമല്ല. They didn't care about name and position. ദൈവസഭ ജയിക്കണം. They wanted the church to be victorious. ഇസ്രായേൽ ജയിക്കണം. Israel needs to be ഇവിടെ victorious. ഇന്ന് പകൽക്കാലം നമ്മുടെ ലക്ഷ്യം അത് തന്നെ. That is our aim as well. IPC ഹെബ്രോന്റെ പേര് വലുതാകിയല്ല. Oh, not IPC Hebron name be big. ദൈവദാസന്മാരുടെ പേരും പെരുമയല്ല. Not ministers be big. ദൈവസഭ ആരുടെ മുമ്പിൽ തോൽക്കരുത്. That the church will never be defeated in front of anyone. അതിന് ഞങ്ങൾ കൈത്താങ്ങൽ കൊടുക്കും. Oh, I will support for that. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ കഴിവ്, ഞങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കും. My time, my abilities, I will give it all for the extension of the kingdom of God. കൈത്താങ്ങൽ കൊടുത്തവർക്ക് ലഭിച്ച അനുഗ്രഹ ആശീസ്സും കൂടെ പറഞ്ഞ് ഇന്നത്തെ വചനധ്യാനം നാം ഇവിടെ അവസാനിപ്പിക്കും. Let me remind you of the blessings of these ministry partners and then close. മോശയ്ക്ക് കൈത്താങ്ങലായി അഹരോനും ഹൂരും വന്നതുകൊണ്ട് Because Aaron and Hur came to help എന്ത് Moses. അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത്? What did they receive in return? ഒന്ന്, അഹരോന് പൗരോഹിത്യം അലങ്കാരമായി എഴുതി കിട്ടി. One, Aaron became the priest and he got that ministry. അല്ലാതെ എന്ത് ഗുണമുള്ളത്? What greatness is there? ജനം പറയുന്നതിനൊപ്പം കാളക്കുട്ടിയും ഉണ്ടാക്കി തുള്ളിയവനാ. He had walked according to the desire of the people and ഒരു made the golden ദൈവദാസന് calf. കൈത്താങ്ങൽ കൊടുത്തതുകൊണ്ട്, Because he lifted up the hands of Moses. ശുശ്രൂഷയ്ക്ക് വലങ്കരം കൊടുത്തതുകൊണ്ട്, Because he lifted up the right hand in ministry. പഴയതെല്ലാം ദൈവം മറന്നിട്ട് Oh, he forgot all his past. അലങ്കാരത്തിന്റെയും അഭിമാനത്തിന്റെയും വർണ്ണശബളമായ വസ്ത്രം ധരിപ്പിച്ച് ശുശ്രൂഷയുടെ മുന്നിൽ He കൊണ്ടുവന്നു. gave him the beautiful clothing of the Levitical priesthood. സഹോദര സഹോദരി, Oh, this ദൈവദാസന്മാർക്ക് ദൈവസഭയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കൂ. give a support to the ministry. ദൈവം നിങ്ങളെ ഒന്നാം സ്ഥാനത്ത് The കൊണ്ടുവരും. Lord will bring you to the first place. ദൈവം നിങ്ങളെ മുൻനിരയിലേക്ക് The കൊണ്ടുവരും. Lord will bring you to the front lines. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും Oh, not to debase others, രണ്ടുപേരെ തമ്മിൽ കൂട്ടിയടിപ്പിക്കാനും not to make others fight, അവരുടെ കുറ്റം പറഞ്ഞ് ഇവിടോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ചാടാനല്ല. not to say some faults of others and jump up അപ്പുറത്തും and down. ഇപ്പുറത്തും ഇരുന്ന് ദൈവമക്കൾക്ക് കൈത്താങ്ങൽ കൊടുത്താട്ടെ. Oh, if you support others in the ministry, നിന്റെ ഭാര്യയുടെ കുറ്റം പറയുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുക. if you support your wife rather than complain നിന്റെ about her, ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭർത്താവിന് പ്രാർത്ഥനയിൽ കൈത്താങ്ങൽ കൊടുക്കുക. if you support your husband in prayer rather than complaining about him, മാതാപിതാക്കളോട് you know nothing എന്ന് പറയുന്നതിന് മുമ്പ് give them support and hand in prayer and submission. before assuming your parents Hallelujah. know nothing, support them in prayer and help them. ഇന്ന് പകൽ മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുക. Oh, bless others by ministry. ശുശ്രൂഷയിൽ ദൈവം
കൈപിടിച്ച് ഉയർത്തും. the Lord will lift you up then. ഹൂരിന് എന്ത് അനുഗ്രഹം കിട്ടിയത്? What kind of blessing did Hur receive? പുറപ്പാട് 24:14. In Exodus 24:14, ഇസ്രായേലിന്റെ ഒരു ന്യായാധിപനായി പ്രമുഖ സ്ഥാനത്തേക്ക് ദൈവം അവനെ ഉയർത്തി. the Hur was lifted up into a prominent place as a judge in Israel. ഏകദേശം 6 ലക്ഷം കുടുംബങ്ങളോട് പറയുകയാണ്, To 6,000 families he's saying, നിങ്ങളുടെ പ്രശ്നം കാര്യം പരിഹരിക്കുവാൻ അഹരോനും ഹൂരും ഇവിടെയുണ്ട്. Aaron and Hur is here to give you a solution. ദൈവദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുത്തത് കൊണ്ട്, Because they lifted up the brothers, ദൈവസഭയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തത് കൊണ്ട്, because they lifted up the church, ഒരു നേതാവായി ന്യായാധിപനായി ദൈവം അവനെ ഉയർത്തി. the Lord lifted him up as a leader, a judge. ദൈവത്തിന് നിന്നിട്ട് മതി വരുന്നില്ല. The Lord does not stop there. ദൈവസഭയ്ക്ക് കൈത്താങ്ങൽ കൊടുത്താൽ, Because they lifted up the ദൈവദാസന്മാർക്ക് church, കൈത്താങ്ങൽ കൊടുത്താൽ, because they lifted up the minister സഹോദര സഹോദരി Moses, നിന്നെ അനുഗ്രഹിച്ച് ദൈവത്തിന് തികയുന്നില്ല. the Lord will bless you and bless you, and you'll be tired of ദൈവത്തിന്റെ winning. അനുഗ്രഹം അടുത്ത തലമുറയിലേക്ക് നീണ്ടു. The next generation also won. പുറപ്പാട് 38:22. And we see that in Exodus. അല്ലെ 38:22. In 38:22. ദൈവജനത്തിന്റെ കൂടെ വസിക്കുവാൻ ദൈവം പ്ലാൻ വരച്ചു കൊടുത്ത സമാഗമന കൂടാരം. To the plan that the Lord had given to the place that he was going to dwell with them. മോശെ അതിന്റെ പ്ലാൻ കണ്ടപ്പോൾ അമ്പരന്ന് പോയി. Moses was surprised by how the plan was. വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ കൂട്ടത്തിലില്ല. There was no educated person among them. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി യാത്രയിലാണ്. They have been traveling forever. ആർക്കും പോയി പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. No one has gone to university. ഇച്ചിരിയെങ്കിലും വിദ്യാഭ്യാസം ഉള്ളത് മോശയ്ക്ക് മാത്രമാണ്. Moses is the most educated one. ബാക്കിയെല്ലാം അടിമത്തത്തിലും ഇഷ്ടിക ചൂളയിലും ആയിരുന്നുകൊണ്ട് സ്കൂളിൽ പോയി ഒറ്റ ഒരുത്തൻ കൂട്ടത്തിലില്ല. The rest of them were bricklayers and they were slaves. അല്ലല്ലേ, ആട് മേയ്ക്കാനും ഇഷ്ടിക ഉണ്ടാക്കാനും മാത്രം അറിയുന്ന ഞങ്ങൾ. They only know how to lead sheep and they know how to make bricks. എങ്ങനെ ഈ ആലയം പണിയോ? How will they build this temple? ദൈവം പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട. You don't worry. നീ പഠിച്ച സ്കൂളും ഹാർവാർഡും ഏലും ഒന്നുമല്ല എന്റെ വിഷയം. I don't care if you went to Harvard or Yale. ദൈവത്തിന് വേണ്ടി കൈ ഉയർത്തിയ ഒരുത്തനുണ്ടോ? If there is someone who would lift their hands for ministry, ദൈവദാസന്മാരുടെ കൈത്താങ്ങൽ കൊടുത്ത ഒരുത്തനുണ്ടോ? someone who would lift the hand of the ministers of God. അവന്റെ മകന്റെ മകനെ എനിക്കറിയാം. I know the son of that person. ഊരിന്റെ മകനായ Hur's son, ഊരിയുടെ മകൻ Uri's son. ബെസലേലിനെ ദൈവം ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചു. Bezalel was filled with the knowledge of God. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവദാസന്മാരോട് ചോദിക്കുന്നു, let me ask you, servants of God, അല്ലാതെ എന്ത് ഗുണമാണ് നമുക്കുള്ളത്? what else do we have to speak about? കേരളത്തിന്റെ മണ്ണിൽ പിറന്ന് From being born in പക്ഷ Kerala, മലയാളം മാത്രം സംസാരിച്ചിട്ട് speaking only Malayalam, ഇന്ത്യയുടെ ഏതെങ്കിലും ഗ്രാമത്തിൽ പാർത്തിട്ട് living in a village in Kerala, മറുവഴി ഇല്ലാതെ ഭാരപ്പെട്ട സമയത്ത് in the time we had so much need, ദൈവദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുത്തു. because we lifted up other ministers, ദൈവസഭയ്ക്ക് വേണ്ടി നിന്നു. because we stood for the എന്ന church of ഒറ്റ God. കാരണത്താൽ Because of that നിന്റെ reason, തലമുറയെ മാനിച്ചൊരു ദൈവമുണ്ട്. there is a God who lifted up your generation. ഓർമ്മയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. Those who remember that, praise him. നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. With your heart overflowing, praise അല്ലാതെ him. എന്ത് യോഗ്യതയുള്ളത്? What else do we have to say? കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട്, More than our friends with the നിന്റെ anointing oil. സഹോദരങ്ങളെക്കാൾ, More than your brothers. നിന്റെ കുടുംബക്കാരെക്കാൾ, More than your friends. നമ്മെ ഉയർത്തിയ ഒരു ദൈവം. The Lord who lifted you up. ദൈവത്തിന് വേണ്ടി കരം കൊടുത്ത ചിലർ. The ones who supported the ministry. ദൈവകൃപയ്ക്കായി സ്തോത്രം. I thank the Lord for his faithfulness. നാം ഈ ചിന്തയുടെ അവസാന ഭാഗത്ത് വരുന്നു. We're coming to the end of this thought. ഒരിക്കൽ കൂടെ വായിക്കുന്നു പുറപ്പാട് 17:15. Let me read Exodus 17:15 again. പിന്നെ മോശെ ഒരു യാഗപീഠം And പണിതു. Moses built an altar അതിന് യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. and called the name of it, the Lord is my banner, Jehovah Nissi. പടവെട്ടിയ യോശുവയും കൂട്ടരും Joshua and the people in battle, കരമുയർത്തി പ്രാർത്ഥിച്ച മോശയും കൂട്ടരും and Moses and the two gathered on the അവർ mountain. ഒരുമിച്ച് യുദ്ധം ജയിച്ച് കൂടി വന്നപ്പോൾ When they together battled, അതിന്റെ നന്ദി സൂചകമായി and by the thanks to all being ഒരു given to God, യാഗപീഠം പണിതു. they built an altar. അതിനിട്ട പേരാ യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി. And that altar was called, the Lord is my banner, my flag, Jehovah Nissi. അസായിലെയും മെരിബായിലെയും കലഹവും പരാജയവും മറക്കണമെങ്കിൽ, If you are to forget the quarreling and murmur in Meribah and Massa, കലഹത്തിന്റെയും പരിഹാസത്തിന്റെയും കെട്ടുകൾ അഴിഞ്ഞു മാറണമെങ്കിൽ, if you want that ridicule that is tied up with you to be loosened, ഇന്ന് പകൽക്കാലം സമർപ്പണത്തിന്റെ ഒരു യാഗപീഠം പണിയണം. we need to build an altar of submission. ഇന്ന് പകൽക്കാലം സകലതും മറന്നൊരു യാഗപീഠം We പണിയണം. need to forget everything and build an altar. യുദ്ധത്തിന് പോയവരും പ്രാർത്ഥിച്ചവരും ഒന്നിക്കണം. The people in battle and the
ones praying need to unite. പുൽപ്പറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നവർ മാത്രമല്ല, Not only the people in battle, അകത്ത മുറിക്കകത്ത് കണ്ണുനീരൊഴുക്കി വരും, the people in the inner room praying and crying, പുറത്ത് പാളയത്തിൽ പടവെട്ടിയവരും, the people in battlefield, പാടിയവരും പ്രസംഗിച്ചവരും പ്രാർത്ഥിച്ചവരും, the people singing and preaching, സംഗീതക്കാരും വീണക്കാരും, oh, the musicians and everyone, അപ്പുകൊട്ടുന്ന കന്യകമാരോ, and everyone together. സകലരും ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ഒരു യാഗമർപ്പിക്കണം. Everyone together should offer the worship at ഇന്ന് the പകൽ നാം altar. കെട്ടിപ്പൊക്കുന്ന യാഗപീഠത്തിന്റെ പേര് The altar that I lift up today, യഹോവ എന്റെ കൊടി. oh, is Jesus, Jehovah. പരാജയപ്പെടുത്തുവാൻ ശത്രു നോക്കിയെടുത്ത് Oh, when the enemy tries to defeat, ഇന്ന് പകൽക്കാലം ഇവിടെ ജയത്തിന്റെ കൊടി പാറിക്കളിക്കുന്നു. there is a banner of victory in this place. 10ാം മാസം 3ാമത്തെ ആഴ്ച Oh, in the 10th month of the 3rd week, ദൈവമക്കൾ ഒരുമിച്ച് ഒരു വിജയത്തിന്റെ കൊടി പാറിക്കുമോ? oh, will the children of God raise up this banner of victory? ദൈവജനത്തിന്റെ തല കുനിക്കുമെന്ന് പറഞ്ഞെടുത്ത് Oh, when the enemy said the head of the people ഞങ്ങളുടെ of God will be തലയുയർത്തിയ ഒരു defeated. ജയത്തിന്റെ കൊടി. Oh, with the head lifted up, there is victory. കഴിഞ്ഞ ആഴ്ച എന്റെ അവസാനം എന്ന് പറഞ്ഞെടുത്ത് Oh, when last week could have been my end. പുതിയ ആരംഭം കുറിച്ച കൊടി. Oh, a new beginning, which is a flag. ഇവിടെ ഇസ്രയേലിന്റെ ശവമടക്കം നടക്കുമെന്ന് പറഞ്ഞെടുത്ത് Oh, when Israel should have been buried. ഉയർത്തിയ കരങ്ങളുടെ പിൻബലത്താൽ ജയിച്ച കൊടി. Oh, the victory that was won by the lifted ഇന്ന് hand of the പകൽക്കാലം Lord. മെരിബയിലെ മസയിലെ കലഹം മറന്ന് നമുക്കൊന്ന് ആരാധിക്കാം. Oh, forgetting the murmuring in Meribah and Massah, can we worship? ദൈവം തന്റെ ജനത്തിന് ശത്രുവിന്റെ മേൽ ജയം നൽകി. Oh, the Lord has given the victory over the enemy. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഓരോ ആരാധനയും ജയഘോഷയാഗങ്ങളാണ്. Oh, children of God, every one of our worship is നമുക്ക് victory. ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Can we stand ഒരു together? പുതിയ യാഗപീഠം കെട്ടിപ്പൊക്കാൻ പോകുകയാണ്. Oh, we're going to lift up a new altar. ദൈവം പകർന്നു തന്ന വിജയാഘോഷങ്ങളുടെ യാഗപീഠം. Oh, this is a place of victory that the Lord has given us the ഇന്ന് banner. പകൽക്കാലം സ്നേഹത്തിന്റെ കൊടി ഇവിടെ ഉയർത്താം. Oh, can we lift up the banner of love? ഐക്യതയുടെ കൊടി ഇവിടെ ഉയർത്താം. The banner of unity, can we lift it? ദൈവമക്കൾ ചേർന്ന് പറഞ്ഞാട്ട് Can we all say together? ക്രിസ്തുവിൽ എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന Oh, the Lord who leads us victoriously through Christ. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന Oh, the one who spreads the aroma of his fragrance. ഓ ദൈവത്തിന് സ്തോത്രം. Oh, thank you, Lord. കാരണം എന്താണെന്നറിയാമോ? Do you know why? ഈ മണ്ണിൽ ഞങ്ങൾ ഉയർത്തി ഈ ജയക്കൊടി. Oh, the victory that we hold up here on ഞങ്ങൾ earth. ഒരു കാര്യം വിളിച്ചു പറയുന്നു. It declares one thing. ഈ മണ്ണിന് ഞങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. Oh, this world cannot hold us back. ഒരു അമാലേക്കിനും Oh, no Amalek. ഒരു അമാലേക്കിനും No Amalek. ഞാനൊരു പ്രത്യാശയുടെ ദൂത് പറയുന്നു. Oh, let me tell you a message of hope. ഞങ്ങളുടെ കനാൻ യാത്ര തടയാൻ പറ്റത്തില്ല. Can stop our journey to Canaan. ഞങ്ങളുടെ കനാൻ യാത്ര തടയാൻ പറ്റത്തില്ല. Cannot stop our journey to the promised ഞങ്ങൾ ഈ മണ്ണ് land. വിട്ടു പോകും. Oh, we will let go and go ഞങ്ങൾ forward. യോർദാൻ കടക്കും. We will go on the other side of ഞങ്ങൾ വാഗ്ദത്ത Jordan. നാട്ടിലെത്തും. We will reach our promised land. അതിന്റെ തെളിവെന്താ? What is the proof of യഹോവ that? നിസി. Jehovah Nissi. യഹോവ നിസി. Jehovah Nissi. യഹോവ എന്റെ കൊടി. The Lord is my banner. ആത്മാവിൽ പാടാൻ നമുക്ക് ഒരുമിച്ച്. Can we sing in the spirit together? സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിന്റെ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. Oh, let us go forward with the testimony of the victory, the banner of victory. കരങ്ങളടിച്ച് ആത്മാവിൽ പാടി സ്തോത്രം ചെയ്യാം. Clapping our hands with the songs of victory. തിന്മകൾ നമുക്ക് നേരിടണം, പക്ഷേ ആത്മാവിൽ ജയമെടുക്കും. Oh, we will have problems, but we will overcome by the Spirit. ഞങ്ങൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും. We will fast and pray. യഹോവ നിസി, യഹോവ എന്റെ കൊടി. Oh, Jehovah Nissi, Jehovah is my banner. യേശുവരായി നമുക്ക് ഒരുങ്ങാം, മുന്നേറാം. Oh, let us come, go forward in the name of the Lord. God bless you. Amen.